രാജുവും അവൻ്റെ അപ്പൂപ്പനും കൂടെ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഹെലികോപ്റ്റർ തകരാറായി അവർ കാട്ടിലോട്ട് വീണു. കാട്ടിലകപ്പെട്ടു. അവർ 2 ദിവസം അടുപ്പിച്ച് നടന്നു. ഇനി ഒരടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. പക്ഷേ രാജുവിൻ്റെ അപ്പൂപ്പൻ രക്ഷപ്പെട്ടു. എങ്ങനെ? രാജുവിൻ്റെ അപ്പൂപ്പൻ 2 ദിവസം താടി പിടിക്കായിരുന്നു. അങ്ങനെ അപ്പൂപ്പൻ താടിയായി രക്ഷപ്പെട്ടു. ചുട്ട കോമഡി. കൊച്ചാപ്പി കാട്ടിലൂട്ടെ പോന്നേരം പെട്ടെന്ന് പുലി മുന്നിക്കണിഞ്ഞു. അപ്പോൾ കൊച്ചാപ്പി 1000 രൂപന്റെ നോട്ടെടുത്ത് കാണിച്ചു. അപ്പോൾ പുലി തിരിഞ്ഞുപോയി. പുലിക്ക് മനസ്സിലായി കൊച്ചാപ്പി ചില്ലറക്കാരനല്ലെന്ന്. യേശുദാസും പുകവലിയും തമ്മിലുള്ള വ്യത്യാസം. പുകവലി പാടില്ല, യേശുദാസ് പാടും. ചിക്കൻ ഗുനിയും ചപ്പാത്തിയും തമ്മിലുള്ള വ്യത്യാസം. ചിക്കൻ ഗുനിയ കൊതു വരത്തും, ചപ്പാത്തി നമ്മൾ തന്നെ വരുത്തണം. ഒരാൾ ഒരു ദിവസം ദോശ ചുടുകയായിരുന്നു. പെട്ടെന്ന് ആ ദോശ പറന്നുപോയി. എന്താണാവോ ആ ദോശ പറന്നു പൊങ്ങിയത്? അതൊരു പ്ലെയിൻ ദോശയാണ്. ഒരാൾ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ തോന്നി. എന്നാൽ ആ റൂമിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റിയ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു സ്വിച്ചും ഒരു ബൾബും. എന്നിട്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എങ്ങനെയെന്നല്ലേ? അദ്ദേഹം ആ സ്വിച്ച് ഇട്ടു. അപ്പോൾ ബൾബ് കത്തി. എന്നിട്ട് ആ കത്തിയെടുത്ത് കുത്തി മരിച്ചു. ഒരാൾ ഒരു ദിവസം കല്യാണത്തിന് പോകാൻ ഒരുങ്ങുകയായിരുന്നു. ഷർട്ട് നോക്കിയപ്പോൾ ഇസ്തിരി ഇട്ടിട്ടില്ല. കരണ്ടാണെങ്കിൽ അതും ഇല്ല. ദേഷ്യം സഹിക്കവയ്യാതെ അയാൾ ഇസ്തിരിപ്പെട്ടിയോട് ചൂടായി. ഇസ്തിരിപ്പെട്ടി തിരിച്ചും ചൂടായി. ആ ചൂടോടെ അയാൾ ആ ഷർട്ട് തേച്ചു. ഒരാളെ ഒരു പുലി പിടിക്കാൻ വന്നു. അയാളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അയാൾ എങ്ങനെ രക്ഷപ്പെടും? അയാൾ ഒരു 1000ന്റെ നോട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ പുലിക്ക് മനസ്സിലാകും അയാൾ ചില്ലറക്കാരൻ അല്ല എന്ന്. അപ്പോ പുലി പേടിച്ച് ഓടിപ്പോകും. പുകവലിയും യേശുദാസും തമ്മിലുള്ള വ്യത്യാസം അറിയുമോ? പുകവലി പാടില്ല, യേശുദാസ് പാടും. ചപ്പാത്തിക്കും ചിക്കൻ ഗുനിയയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിക്കൻ ഗുനിയ കൊതുക് പരത്തും, ചപ്പാത്തി നമ്മൾ തന്നെ പരത്തണം. മല്ലൂസ് അറ്റ് അമറ്റ്. മസ്കറ്റിലെ ഒരു പ്രഭാതം. ഡ്യൂട്ടിക്ക് പോകാനായി അജു ബാത്റൂമിൽ കയറി. പുറത്തുനിന്ന് ഫാസിൽ ഡോർ പൂട്ടി കീ എടുത്തു പോയി. കുളിച്ചു കഴിഞ്ഞ അജുവിന് ഡോർ തുറക്കാനായില്ല. ഡ്യൂട്ടിക്ക് പോകാൻ ടൈമുമായി. അജു എങ്ങനെ ഡോർ തുറക്കും? ബാത്റൂം ഫുള്ള് നോക്കി, ഒന്നും കണ്ടില്ല. ഡോർ ചവിട്ടി പൊളിക്കാൻ നോക്കി, അതും പറ്റിയില്ല. അജു എങ്ങനെ രക്ഷപ്പെടും? അപ്പോഴാണ് അത് സംഭവിച്ചത്. ബാത്റൂമിൽ നിന്റെ ഒരു മൂലക്ക് നിന്നും ഒരു എലി കരഞ്ഞു. കീ കീ. അജു അപ്പോ തന്നെ ആ കീ എടുത്ത് ഡോർ തുറന്നു. ഇഡ്ഡലിക്കും പൊങ്കലിനുമുള്ള വ്യത്യാസം എന്താ? എന്താണ്? പൊങ്കലിന് ലീവ് കിട്ടും, ഇഡ്ഡലിക്ക് ലീവ് കിട്ടൂല. ചുട്ട കോമഡി. ഒരാൾ അടുക്കളയിൽ ചപ്പാത്തിക്ക് മാവ് കുഴക്കുകയായിരുന്നു. അയാൾക്ക് പരത്താൻ പരത്തിയില്ല. അയാൾ എന്ത് ചെയ്യും? അയാൾ അടുത്തുള്ള സ്വിച്ച് ഇട്ടു. സ്വിച്ച് ഇട്ടപ്പോൾ ട്യൂബ് ലൈറ്റ് കത്തി. പ്രകാശം പരന്നു. പ്രകാശം പരത്തി. ആ പരത്തി അയാൾ ചപ്പാത്തി പരത്തി. ഒരാള് മരുഭൂമിയിൽ നിൽക്കുന്നു. അയാൾ വിയർത്തു തുടങ്ങി. കയ്യിൽ ഒരു തോക്ക് മാത്രമേ ഉള്ളൂ. അയാൾ എങ്ങനെ വിയർപ്പകറ്റും? തോക്ക് എടുത്തു മുകളിലേക്ക് വെടിവെക്കും. ടിഷ്യൂ ടിഷ്യൂ. എന്നിട്ട് ആ ടിഷ്യൂ വെച്ച് വിയർപ്പ് തുടക്കും.
ഒരാൾ ഒരു മരുഭൂമിയിൽ നിൽക്കുന്നു. അയാളുടെ ചുറ്റും മുൾച്ചെടിയാണ്. അയാൾ കയ്യിൽ ഒരു കുപ്പി ബ്രാൻഡി മാത്രമേ ഉള്ളൂ. അയാൾ എങ്ങനെ പുറത്ത് നടക്കും? ബ്രാൻഡി കുടിച്ച് വാള് വെക്കും. എന്നിട്ട് ആ വാള് വെച്ച് മുൾച്ചെടി മുറിച്ച് പുറത്ത് കടക്കും. കുട്ടപ്പൻ ജയിൽ ചാടി. പക്ഷേ അടുത്ത ദിവസം കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി. എങ്ങനെ? അടുത്ത സെല്ലിലുണ്ടായ ദാസപ്പനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. എന്നിട്ട് കോടതിയിൽ ഹാജരാക്കി. ചുട്ടോപടി. രണ്ടുപേര് ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുകയായിരുന്നു. ഒരാൾക്ക് വിശന്നു. അയാൾ കയ്യിൽ തിന്നാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷെ അയാൾ വിശപ്പകറ്റി. എങ്ങനെ? അയാൾ രണ്ടാമത്തെ ആളെ ഇടിച്ചു സൂപ്പാക്കി. എന്നിട്ട് ആ സൂപ്പ് കുടിച്ചു വിശപ്പകറ്റി. ഒരാൾ തടി കുറക്കാനായി, വയറ് കുറക്കാനായി ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. ഡോക്ടർ എഴുതി കൊടുത്തത് ഉജാല. എന്തുകൊണ്ട്? അവൻ ആ ഉജാല കുടിച്ചപ്പോൾ അവന്റെ പല്ല് നീല കളറായി. ബ്ലൂടൂത്ത്. ആ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ വയർലെസ് ആണല്ലോ. അങ്ങനെ അവന്റെ വയർലെസ് ആയി.